അതെ അതെ, ഇത് ഈ സാധനമൊക്കെ ഒന്ന് ഓടിച്ചു നോക്കട്ടെ എപ്പോഴെങ്കിലും. എന്നെ സ്മൂത്താന്നറിയോ വണ്ടി. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒന്ന് നോക്കിക്കോ, ഇതിനെ കുറിച്ച് അറിയാത്തവരാണ് കൂടുതൽ ഇതിന് നെഗറ്റീവ് പറയുന്നത്. ഡസ്റ്ററിനേക്കാളും കിടിലൻ വണ്ടി അല്ലേ? 100%. 24-ാം തീയതി സർവീസ് ചെയ്തു അല്ലേ? അതെ. അപ്പൊ ഇനിയിപ്പോ ഒന്നും മേജർ സർവീസ് ഒക്കെ കഴിച്ചു. അതെ അല്ലേ? പിന്നെ ബ്ലാക്ക് വണ്ടിയാണ്, ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. 100%. 20 എത്ര ഓടിയിട്ടുണ്ട്? 52,000 സിംഗിൾ ഓണർ വണ്ടി. ഡീസലാണ് ഓടുമല്ലേ? ഓടാത്ത വണ്ടി വരുന്നില്ല. അതെ അതെ അതെ, ഇത് ശരിക്കും സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ വണ്ടി. S+ ബട്ടർ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അലോയിൽ ഉണ്ടാവില്ല, സൺറൂഫ് ഉണ്ടാവില്ല. നമ്മുടെ ഈ ഒരു എസ് ഓപ്ഷണൽ എന്നൊക്കെ പറയുന്ന പോലെ പറയാൻ പറ്റുന്ന വണ്ടി. ടച്ച് സ്ക്രീൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അലോയിലൊക്കെ ഇട്ടാൽ ഒന്നുകൂടി അടിപൊളിയാവും അല്ലേ? 1.4 E+ എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ ഡീസൽ. ഇത് ഫിറ്റിംഗ്സ് കണ്ടിട്ട് വാർത്ത സംസാരമുള്ള നമുക്ക്. അതെ അതെ, ഇതിന്റെ സീറ്റ് കവർ, സെറ്റ്, അലോയില്, ഫോഗ് ലാമ്പ്. ഈ ഒരു എപ്പിസോഡിൽ വലിയ വണ്ടികൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു 7 ക്രെറ്റ കാണിച്ചു തരാം. അതുപോലെ തന്നെ ജീപ്പ് കോമ്പസ്, അങ്ങനെ കുറച്ച് കിയൻ്റെ വണ്ടികൾ, പിന്നെ കുറച്ച് വലിയ വണ്ടികൾ മാത്രമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനെന്നുള്ളത് നമ്മുടെ സുനി ഓപ്പൺ മോട്ടോഴ്സിലാണ്, മഞ്ചേരിയാണ്. മഞ്ചേരി ടൗണിൽ എത്തുന്നതിന് മുമ്പ് അത് നമ്മുടെ ഹൈവേ തന്നെയാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ കഴിഞ്ഞൊരു എപ്പിസോഡിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വളരെ വളരെ ചെറിയ വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ വണ്ടികൾ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് വലിയ വണ്ടികൾ വേണമെങ്കിൽ കുറച്ചധികം വലിയ വണ്ടികൾ മാത്രം കാണിച്ചു തരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതിനോട് ഷെയർ ചെയ്തോ. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് വലിയ വണ്ടികൾ കാണിച്ചു കൊടുത്താലോ? വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാം ക്വാളിറ്റി ഉള്ള വണ്ടികളല്ലേ? ന്യൂ ഷേപ്പ് വണ്ടികൾ, പുതിയ വണ്ടികൾ കാണിച്ചു തരാം. അതും മാക്സിമം കിട്ടാവുന്നതിൽ ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് കാണിച്ചു കൊടുക്കാം അല്ലേ? നമുക്ക് ഈ ഒരു ജീപ്പ് എന്ന് തുടങ്ങിയാലോ? അപ്പൊ നമ്മുടെ വലിയ വണ്ടികളിൽ ആദ്യത്തെ വണ്ടി ജീപ്പ് കോമ്പസ് ആണ്. ഏതാ മോഡല്? 2020 മോഡൽ സ്പോർട്ട് പ്ലസ്. അത് ഏറ്റവും ടോപ്പ് വണ്ടി അല്ല, താഴെയുണ്ട്. ടോപ്പ് ലിമിറ്റഡ് മേലെ സാധനം ഉണ്ട്. ഇങ്ങനെ ഇത് താഴെയുള്ളതാ അല്ലേ? എന്നാലും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് ഇതിനിപ്പോ ഫീച്ചേഴ്സിന്റെ വേറൊരു സെപ്പറേറ്റ് കുറവൊന്നും വരില്ല കേട്ടോ, എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാവും. പിന്നെ ബ്ലാക്ക് വണ്ടിയാണ്, ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അല്ലേ? 100%. 20 എത്ര ഓടിയിട്ടുണ്ട്? 52,000 സിംഗിൾ ഓണർ വണ്ടി. ഡീസൽ വണ്ടി, അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. മാനുവൽ ആണിത്, ഓട്ടോമാറ്റിക് അല്ല. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഫുൾ ടയർ ഉണ്ട്. എന്താ വില വരുന്നത്? 15,40. 2020 വണ്ടിയാന്ന് ആലോചിക്കണം. പുതിയ 20 സംതിങ് വില വരുന്നുണ്ട്. 20 മേലെ വരുന്നുണ്ട്. നല്ലൊരു പൈസ ബഡ്ജറ്റിൽ, അതായത് ഡിപ്രീസിയേഷനിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഏതാ? ബ്ലാക്ക് വണ്ടിയാണ്. അതായത് സ്പെഷ്യൽ ഒരു ഭംഗിയുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല, സിംഗിൾ ഓണറാ. അടിപൊളി. എന്തായാലും നോക്കിക്കോട്ടോ, 15 സംതിങ് വരും. ഇനി ഇതാണെങ്കിലോ സോണറ്റ് 2020 തന്നെയാണ്. 20 GT+ ആണ്. അത് മാനുവലിൽ ഏറ്റവും ഫുൾ ലോഡ്. അതായത് നിങ്ങൾക്ക് സീറ്റ് വെന്റിലേഷൻ അടക്കം വരും അല്ലേ? ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇത് പെട്രോളോ ഡീസലോ? ഡീസൽ. നല്ല മൈലേജും കിട്ടൂലേ ഇനി? എത്ര കിട്ടും? ഒരു 18-19 ആ ലെവൽ വരുന്നുണ്ട്. 20 അടുത്ത് കിട്ടേണ്ടതാണ് കേട്ടോ. ഹൈവേയിലൊക്കെ 88,000 ഓടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓണറിൽ. 88,000 ഓടി രണ്ടാമത്തെ ഓണർ. മോഡൽ ഏതാ പറഞ്ഞ? 2020 അല്ലേ? 20 88 അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഡീസലാണ്, ഓടുമല്ലേ? ഓടാത്ത വണ്ടി വരുന്നില്ല. അതെ അതെ അതെ, ഇത് ശരിക്കും സിംഗിൾ ഓണറാ? രണ്ടാമത്തെ ഓണർ. അപാകതകളൊന്നുമില്ല. ഒരു 10-50 കൊടുത്താൽ നമുക്ക് വണ്ടി കൊടുക്കാം. എത്ര? 10-50. 10.5. 15ന്റെ മേലെ വിലയുള്ള വണ്ടിയല്ലേ? സൺറൂഫ് വരുന്ന വണ്ടിയാണ് കേട്ടോ, അത് ആലോചിക്കണം. 10,50,000 നെഗോഷ്യബിൾ. ഒരു 1 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന എല്ലാ വണ്ടി ഇറക്കാൻ പറ്റും. ബാക്കി ലോൺ കിട്ടും അല്ലേ? അത് പ്രൊഫൈൽ പക്കയാണെങ്കിൽ മാത്രം കേട്ടോ. 10.5 ലക്ഷം രൂപയ്ക്ക് ഇത് കൊണ്ടുപോയിക്കോ, ടോപ്പ് വണ്ടി. ഇനി ഇതാണെങ്കിലോ കറക്റ്റാ? ഇത് 2020 തന്നെയാണ്. 88 ഓടി, സിംഗിൾ ഓണർ വണ്ടി. ഇത് 2020 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് 1/12/2020 ആണ് ലാസ്റ്റ് വണ്ടി. 88,000 ഓടി. സിംഗിൾ ഓണർ വണ്ടി. S+ ബട്ടർ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അലോയിൽ ഉണ്ടാവില്ല, സൺറൂഫ് ഉണ്ടാവില്ല. നമ്മുടെ ഈ ഒരു എസ് ഓപ്ഷണൽ എന്നൊക്കെ പറയുന്ന പോലെ പറയാൻ പറ്റുന്ന വണ്ടി. സൺറൂഫും അലോയിലും ഇല്ല. ഡീസലാണ്, നല്ല മൈലേജ് ഉണ്ടാവും, ക്ലീൻ വണ്ടി, ഇന്റീരിയറും അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 13,25. 13,25,000 രൂപ. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്താണ് കേട്ടോ. ടച്ച് സ്ക്രീൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അലോയിലൊക്കെ ഇട്ടാൽ ഒന്നുകൂടി അടിപൊളിയാവും അല്ലേ? ഓക്കെ. 13,40 നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? ഒരു 1 ലക്ഷം രൂപ ഇറക്കി കൊണ്ടുപോകാം. പ്രൊഫൈൽ പക്കയാണെങ്കിൽ മാത്രം. വീണ്ടും പറയുന്നു, ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ലോൺ കിട്ടിയില്ല എന്നും പറയാൻ പാടില്ല. അതെ, പറയുന്നുണ്ട്. പ്രൊഫൈൽ ഓക്കെ ആണെങ്കിലേ കിട്ടുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നത് കൊണ്ട്. 2020 ആണ്. പെട്രോൾ ആണ്. വെറും 26,000 കിലോമീറ്റർ ഉണ്ട്. അതായത് ഇത് മൈലേജ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. ഒരു 12 മുതൽ 15 വരെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ E+ എന്ന് പറഞ്ഞാലും ബേസിക് ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവും കേട്ടോ.
പെട്രോൾ ആകുമ്പോൾ ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. ഉണ്ടാവും അതെ അതെ അതെ. അലോയ് വീൽസ് ഒന്നും ഉണ്ടാവില്ല, സൺറൂഫ് ഉണ്ടാവില്ല, അങ്ങനെ കുറച്ച് സീറ്റ് കവർ ഇല്ല, അങ്ങനെ കുറച്ച് സംഭവങ്ങളെ കുറവുള്ളൂ. ബാക്കിയുള്ള എല്ലാവിധ സംഗതികളും കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും, ഇൻക്ലൂഡിങ് സ്റ്റിയറിംഗ് കൺട്രോൾ അല്ലേ? അതെ അതെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം ബേസിലുണ്ട് അല്ലേ? അതെ അതെ. പെട്രോൾ ഉണ്ട്, പെട്രോൾ വരുന്നുണ്ട്. വില എന്താ? ഇത് 11-20. 2020 വണ്ടിയാന്ന് ആലോചിക്കണം കേട്ടോ. ഇതും ലാസ്റ്റ് ആണ്, 10/11/2020 നവംബറിൽ ഇറങ്ങിയ വണ്ടിയാണ്. നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? പ്രൈസ് ഒക്കെ മാക്സിമം കുറയൂലേ? കുറച്ചുകൂടെ അടിപൊളി. എന്തായാലും ഇതൊക്കെ നോക്കിക്കോട്ടെ, ഒന്നും മിസ് ചെയ്യണ്ട. ഇനി ഇതാണെങ്കിലേക്കോ? ഇത് 2019 ക്രെറ്റ E+ 1.4. 1.4 E+ എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ ഡീസൽ. ഇത് ഫിറ്റിംഗ്സ് കണ്ടിട്ട് വാർത്ത സംസാരമുള്ളൂ നമുക്ക്. അതെ അതെ. ഇതിന്റെ സീറ്റ് കവർ, സെറ്റ്, അലോയ് വീല്, ഫോഗ് ലാമ്പ് ചെയ്യാത്തൊന്നും ബാക്കിയില്ല. അതായത് ഫുൾ ഓപ്ഷന്റെ ചെയ്തിരിക്കുന്നത്. ഒരു 91,000 ഓടി, പിന്നെ രണ്ടാമത്തെ ഓണറിൽ 91 ഓടിയതാണ്. അതെ, 2019 വണ്ടി അല്ലേ? ഓക്കെ. 91,000 ഡീസലാണ് ഞാൻ പറഞ്ഞല്ലോ. അത്യാവശ്യം അത് ഓടും എന്തായാലും. അപാകതകളൊന്നുമില്ലല്ലോ? അപാകതമൊന്നുമില്ല. നല്ല സീറ്റ് കവറൊക്കെ ഉണ്ട്, റീപ്ലേസ് ഇല്ല, ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് 9.75 അല്ല 9 രൂപ ലോണും കൊടുക്കും. 9.75 9 രൂപ ലോൺ കൊടുക്കും. അടിപൊളി. 19 വണ്ടിയല്ല. അതെ, 19 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം. ന്യൂ ഷേപ്പ് ആണ്, അതായത് ഫസ്റ്റ് ഷേപ്പ് അല്ല, സെക്കൻഡ് ഫേസ് ആണ്. നല്ല എന്താ പറയാ, രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി. 13-14 നമ്പറൊക്കെ ഉണ്ട്. അതെ 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 അതെ. 9.75 9 ലക്ഷം രൂപ ലോണും കിട്ടും. 1 ലക്ഷം രൂപ ഇറക്കി കൊണ്ടുപോകാൻ. ഇതാണെങ്കിലോ? ഇത് 2017 മോഡൽ. 17 ആണ്. SX 1.6 ഓട്ടോമാറ്റിക്. പെട്രോളോ ഡീസലോ? ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, അതായത് ഫസ്റ്റ് ഷേപ്പ് വന്ന വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർ ആണ്. ഇതിന് ആകെയുള്ളത് ഇത് കിലോമീറ്ററിനോ ഗ്യാരണ്ടി. കിലോമീറ്റർ ഗ്യാരണ്ടി ഇല്ല. ഇതിൽ എത്ര കാണിക്കുന്നത്? 84. 1 കിലോ ആയിരിക്കില്ല അല്ല. അപ്പൊ എന്തായാലും ഒരു 1 മേലെ ഓടിയിട്ടുണ്ടാവും. കിലോമീറ്റർ ചെക്ക് ചെയ്തോളാം. വണ്ടിയുടെ അതിന്റെ വിലക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഓക്കെ. 17 ഡീസൽ ഓട്ടോമാറ്റിക് എത്രയ്ക്ക് കൊടുക്കാം? 890 കൊടുക്കാം. 890 കൊടുക്കാം. കുറയാണ്ടോ റേറ്റ്? ഇന്നും ചെയ്ത് കൊടുക്കും. അടിപൊളി. പിന്നെ ഈ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കളി, എന്നിട്ട് നമുക്ക് അടുത്ത സംസാരം. അതെ അതെ അതെ. വണ്ടി ടയർ കാര്യമൊക്കെ നോക്കണ്ട. വണ്ടി 100-ൽ 100 ആണ്, ഒന്നും പറയാനില്ല. എല്ലാ ഭാഗവും ക്ലീൻ ആണ്. 8,90,000 രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ കൊണ്ടുപോകും ചെയ്യാം കേട്ടോ. ഇനി ഇതാണെങ്കിലേക്കാ? ഇതും 2017 ആണ്. 17 തന്നെയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. ഡീസൽ മാനുവൽ അല്ലേ? ഇത് SX ഓപ്ഷൻ ഏറ്റവും ടോപ്പ് വണ്ടി കേട്ടോ. വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഇതിനൊരു അലോയ് വീൽ കിഡിലൻ സാധനം കേട്ടോ. എക്സ്ട്രാ കയറ്റിയതാണ്. പൈസന്റെ സാധനം. ടയർ, കാര്യം, സ്റ്റെപ്പ്, സീറ്റ്, സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അല്ലാതെ കമ്പനി എല്ലാം കൊടുക്കുന്നുണ്ട്. 17 SX ഓപ്ഷനിലാണെന്ന് പറഞ്ഞു. 1.19 ഓടി ഉണ്ട് അല്ലേ? സിംഗിൾ ഓണർ തന്നെയല്ലേ? ക്ലീൻ വണ്ടി. ഇതിന് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 8 രൂപ കൊടുക്കാം. 8 ലക്ഷം രൂപ. ആഹാ, 2017 വണ്ടിയാണ്. 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും ഡീസൽ മാനുവൽ SX ഓപ്ഷനിൽ 6 എയർ ബാഗ് വരും അല്ലേ? ഓക്കെ. ഇതും നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഇറക്കിക്കൊണ്ട് പോകാം കേട്ടോ. ഇനി ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 2015 മോഡൽ. 15 ആണ് SX ഫസ്റ്റ് വണ്ടി. അതെ, 15 ലാസ്റ്റ് ആയിരിക്കും കേട്ടോ. SX അന്ന് ഇറങ്ങിയതിൽ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഫസ്റ്റ് വണ്ടി. ഇത് ഓട്ടോ എത്രയാ? ഇത് 1.30 ഓടി. 1.30 ഓടി, രണ്ടാമത്തെ ഓണർ. ഡീസൽ കിലോമീറ്റർ കറക്റ്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന വണ്ടി കേട്ടോ. 15 കൂടി ആയതുകൊണ്ട്. ഇനി ഇന്റീരിയർ ഒന്നും മോശമില്ല. SX ആണ്, നല്ല ക്ലീൻ വണ്ടിയാണ്. എന്താ റേറ്റ് വരുന്നത്? 760. 7,60,000 രൂപയ്ക്ക് 15 വണ്ടി എടുക്കാം കേട്ടോ. അതിൽ നിങ്ങൾ കുറയ്ക്കാനുണ്ടാവില്ല, കുറച്ച് കൊടുക്കൂലേ? കൊടുക്കും. 1 ലക്ഷം രൂപ ഇറക്കിക്കൊണ്ട് പോവാം. 100%. ഒന്ന് വേണ്ട കേട്ടോ, ഒന്നിനുള്ളിൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, ഒന്നിനുള്ളിൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇനി ഇതാണെങ്കിലേക്കാ? ഇത് 2015 ആണ്. SX ഓപ്ഷൻ 6 എയർ ബാഗ്. സീറ്റിലൊക്കെ എയർ ബാഗ് വരുന്ന വണ്ടി കേട്ടോ. 15 എത്ര ഓട്ടം? ഇത് 1.65 ഓടി, സിംഗിൾ ഓണർ. 1.65 ഓടി അല്ലേ? അത് നമുക്ക് ഹിസ്റ്ററി എടുത്ത് 100% ഗ്യാരണ്ടി. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. അലോയ് വീൽസ് ഒക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 7.25. 7,75,000 രൂപയ്ക്ക് 15 വണ്ടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാരുതിയുടെ 15 പൈസക്ക് കൊടുക്കാം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഡീസൽ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. അതിനനുസരിച്ചുള്ള ക്രെറ്റയ്ക്ക് കറക്റ്റഡായ ഒരു വിലയുണ്ട് അന്നും ഇന്നും അല്ലേ? പിന്നെ വേറെ അപാകതകൾ ഒന്നുമില്ല അല്ലേ? ക്ലീൻ വണ്ടി. ഇനി ഇതാണെങ്കിലോ? അത് വെന്യൂ 2019 വെന്യൂ സൺറൂഫ് വരുന്ന വണ്ടി. അതെ, സൺറൂഫ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടി. 50,000 കിലോമീറ്റർ ഓടി. ഡീസലാ? പെട്രോളില് 50,000 ജനുവിൻ ആയിരിക്കും അല്ലേ? 100%. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓട്ടോ എത്രയാ? 50,000. അപാകതകളൊന്നുമില്ലല്ലോ. ഇത് എത്ര വില വരുന്നത്? 8,20,000 രൂപ അല്ലേ? സൺറൂഫ് വരുന്ന വണ്ടിയാണ്. SX ഓപ്ഷനിൽ വരുന്ന വണ്ടി അല്ലേ? SX ഓപ്ഷനിലായിരിക്കും. ടർബോ ആണ്.
1 ലിറ്റർ ടർബോ. 1 ലിറ്റർ. ഓ, അപ്പോൾ എന്തായാലും പവർ ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. അതാണ് വേറെ അപാകതകളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ് കേട്ടോ. സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല. ഇത് SX അല്ല കേട്ടോ, ഇത് S ആയിരിക്കും. ഇത് കീലെസ് എൻട്രി ബട്ടൺസ്റ്റാർട്ട് ഇല്ല. S വേരിയന്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ നോക്കിയാൽ സൺറൂഫ് എന്തായാലും ഉണ്ടെന്നേ ഉള്ളൂ. ക്ലീൻ അല്ലേ? വേറെ റേറ്റ് എത്ര? ഇത് 820 അല്ലേ? ഓക്കെ. പ്രൈസ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരികയും ചെയ്യും. ഒരു ഇന്നോവ കാണിച്ചു കൊടുത്താലോ? ഇന്നോവ ഏതാ മോഡല്? 2014-15. വണ്ടിയാണ്, G4 ആണ്, ന്യൂ ടൈപ്പ് വണ്ടി, ഡാഷ് ഒക്കെ ന്യൂ ടൈപ്പ് വരുന്ന വണ്ടിയാണ്. പിന്നെ 164 ഓടിയിട്ടുണ്ട്. ഇത് കറക്റ്റ് സർവീസിൽ വണ്ടി, ജെന്യൂൻ ആണ്, കിലോമീറ്റർ ജെന്യൂൻ ആണ്, റീപ്ലേസോ കാര്യമൊന്നുമില്ല. പിന്നെ വേറെ കാര്യം പറയാം, 4 നല്ല കടുമ്പുത്തൻ ടയർ, അപ്പോളോ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, 7 സീറ്റർ ആണ്. ടച്ച് സ്ക്രീൻ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? വണ്ടി ഓവറോൾ നല്ല വൃത്തിയുള്ള ഒരു 7 സീറ്റർ വലിയ വണ്ടി. അതെ. എത്രയ്ക്ക് കൊടുക്കാം? ഇത് 840. അതെ. മോഡൽ ഏതാ പറഞ്ഞാൽ? 14-15 വണ്ടി, ഡാഷ് ഒക്കെ വരുന്നത് കേട്ടോ. അതെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും വണ്ടി നല്ല ക്ലീൻ ആണ്, മെയിൻ ആയിട്ട് പറയുന്നത്. കാര്യങ്ങളൊന്നുമില്ല, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഈ ബ്രസ് ആണെങ്കിലൊക്കെ അത് ബ്രസ് 2018. ഡീസലാ, VDI ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓ, VDI ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അധികം കാണാത്തൊരു സാധനം കേട്ടോ. നല്ല നീറ്റ് ഇന്റീരിയർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അതിന്റെ വിലക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്ര ഓടി? 150 ഓടിയിട്ടുണ്ട്, ഒരു 840 കൊടുക്കാം. 840. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി, കിലോമീറ്റർ ലേശം കൂടുതൽ ഓടിയിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. AMT ആണ് വരിക. അതെ. ഒരു അപാകതയില്ലല്ലോ? ഒന്നുമില്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. അതെ. നല്ല വൃത്തിയാണ് കേട്ടോ വണ്ടി കാണാൻ. മെയിൻ ആയിട്ട് അത് പറയേണ്ട കാര്യം തന്നെയാണ്. 8,50,000 രൂപയ്ക്ക് 2018 വണ്ടി കൊണ്ടുപോകും അല്ലേ? നല്ലൊരു റെനോൾട്ടിന്റെ വണ്ടി കൂടി കാണിച്ചു തരാം. റെനോൾട്ടിന്റെ ഒരു SUV ടൈപ്പ് വണ്ടി, ക്യാപ്ചർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അറിയില്ലാന്ന് തോന്നുന്നു ആൾക്കാർ കൂടുതൽ അറിയാനിട്ടാണ്. അതെ. ഇത് ഈ സാധനമൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണ്ട എപ്പോഴെങ്കിലും. എന്നെ സ്മൂത്താന്നറിയോ വണ്ടി? യാത്ര ചെയ്യാൻ ഇത്രയും സുഖമുള്ള വേറെ വണ്ടി കാണൂല. അതെ. ക്യാപ്ചർ ഏതാ മോഡല്? ഇത് 2017-18 റേസർ, 75,000 കിലോമീറ്റർ ഓടി ഉണ്ട്. ഇതൊക്കെ ജെനുവിനാണോ? 100%. ഓക്കെ. നല്ല ക്ലീൻ ആട്ടോ. അതായത് കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആണ്. നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇസ്ത്രി കൊടുക്കാമല്ലോ അല്ലേ? 100%. ഒരു റീപ്ലേസും ഇല്ലല്ലോ? എന്താ റേറ്റ് വരുന്നത്? 6,500 രൂപ. 6,500. കുറേ ഉണ്ടാവുമോ? 5,3 ലോണും കൊടുക്കട്ടോ. 5,3 ലോണും കിട്ടും. ഓക്കെ. 6,20,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. 5,3 ലോണ് കിട്ടും. മാക്സിമം നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരും കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കിക്കോ. ഇതിനെക്കുറിച്ച് അറിയാത്തവരാണ് കൂടുതൽ ഇതിന് നെഗറ്റീവ് പറയുന്നത്. ഡസ്റ്ററിനേക്കാളും കിടിലം വണ്ടി അല്ലേ? 100%. ഞാൻ പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, കറക്റ്റ് എടുക്കുന്നതിന് നല്ല ഇതെടുക്കുക. 100%. സ്മൂത്ത് ആണ്, മൈലേജ് കിട്ടും. അത് ഓടിച്ചിട്ട് നമുക്ക് പറയാൻ പാടുള്ളൂ. അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ക്രെറ്റനേക്കാളും മൈലേജ് കിട്ടുന്ന സാധനം 20-ന് മൈലേജ് കിട്ടും. 6,4 കൊണ്ടുപോവാ മാക്സിമം നോക്കിക്കോ. ഇനി ഇതാണെങ്കിലോ ലാസ്റ്റ് വണ്ടി 2016 ZDI പ്ലസ്. 16 ZDI പ്ലസ്. 16 ZDI ZDI. അതെ. ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ. പിന്നെ ഡീസലാണ്, നല്ല മൈലേജ്. ഡീസലാണ്, 89 കിലോമീറ്റർ ഓടി. കഴിഞ്ഞ ഇപ്പോ ഡേറ്റ് എന്താ പറയുന്നത്? 27 അല്ലേ? 24-ാം തീയതി സർവീസ് കഴിഞ്ഞു ചെയ്തു അല്ലേ? അതെ. അപ്പൊ ഇനിയിപ്പോ ഒന്നും മേജർ സർവീസ് ഒക്കെ കഴിച്ചു. അതെ അല്ലേ? ഒരു ഇതെല്ലാം മാറി. 90,000 കിലോമീറ്റർ ഓടി സർവീസ് ഒക്കെ ചെയ്തു. വലിയ പണി നമ്മൾ കാണിച്ചു കൊടുക്കും ചെയ്യാം. ഇസ്തരിയും കൊടുക്കാം. 100%. നല്ല സീറ്റ് കവറും കാര്യങ്ങളും ഉണ്ട്. കാര്യങ്ങളൊന്നും ഇല്ല. വേറെ അപാകതയൊന്നും ഇല്ലല്ലോ? എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 740 അല്ലേ? 16 വണ്ടി, 16 ZDI. ഓക്കെ. പ്രൈസ് കുറയുമല്ലോ അല്ലേ? 100%. മാക്സിമം നിങ്ങൾക്ക് റേറ്റ് ഒക്കെ കുറച്ച് തരും. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും നല്ല അടിപൊളി ഡീസൽ വണ്ടികൾ വേണമെങ്കിൽ മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. തുണി ഓപ്പൺ മോട്ടോഴ്സിൽ അപ്പോൾ ഇത്രയും വണ്ടികൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കുറേ വണ്ടികൾ കാണിച്ചു. ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും ഇല്ലേക്കാ? വാട്സാപ്പിലൊക്കെ അയച്ചു കൊടുക്കൂലേ? 100%. ഓക്കെ. അപ്പോൾ എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം അല്ലേ? അതുവരെ എല്ലാവർക്കും ബൈ.